ഏപ്രിൽ 8 ശനിയാഴ്ചയായാൽ ആ ഏപ്രിൽ മാസത്തിൽ എത്ര ഞായറാഴ്ചകളുണ്ട്? നമുക്ക് ഒരു ഏപ്രിൽ മാസം തന്നിട്ടുണ്ട്. ഒരു ഏപ്രിൽ മാസം അതിലത്തെ 8-ാം തീയതി ശനിയാഴ്ചയാണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ട് ആ ഏപ്രിൽ മാസത്തിൽ എത്ര ഞായറാഴ്ചകളുണ്ട്? ഒരു കാര്യം ആദ്യം ചെയ്യാം. എന്താ? ശനിയാഴ്ചകൾ എഴുതാം. ആ ഏപ്രിൽ മാസത്തിലെ ശനിയാഴ്ചകൾ നമുക്ക് ശനിയാഴ്ചയിൽ തന്നിരിക്കുന്നത് ശനിയാഴ്ചകൾ. അപ്പോൾ എന്താണ്? 8-ാം തീയതി ശനിയാഴ്ചയാണ്. അതായത് നമുക്ക് ഒക്കെ 7 കൂട്ടി പോവുക അല്ലെങ്കിൽ 7 കുറച്ച് വരിക. അതാണ് ആ മാസത്തെ ശനിയാഴ്ചകൾ. ഇതിൻ്റെ കൂടെ 7 കൂട്ടി പോവുക, 7 കുറച്ച് വരിക. അങ്ങനെ കിട്ടുന്നതൊക്കെ ആ മാസത്തെ ശനിയാഴ്ചയാണ്. അപ്പോൾ 8ഉം 7ഉം 15, 15 7ഉം 22, 22 7ഉം 29. ഇനി 7 കൂട്ടിയാൽ 30-ലും മീതെ പോവും അല്ലേ? 36. അപ്പോൾ ആ മാസത്തിൽ നിന്ന് കവിഞ്ഞു പോവും. അപ്പോൾ അത് വേണ്ട. അതുപോലെ ഇവിടെ 7 കുറച്ചാലോ? 1. 7 കുറച്ചാൽ 1. അപ്പോൾ ആ മാസ ശനിയാഴ്ചകൾ നമുക്ക് കിട്ടി. 1ഉം 7ഉം 8ഉം 7ഉം 15 7 22 7 29. 1 2 3 4 അല്ലേ? 1 2 3 4 5 ശനിയാഴ്ചകളുണ്ട്. നമ്മുടെ ചോദ്യം എന്താ? ആ മാസത്തിൽ എത്ര ഞായറാഴ്ചകളുണ്ട്? അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്ത് നോക്കാം. ഇത് 1-ാം തീയതി ശനിയാഴ്ചയാണല്ലോ. 1-ാം തീയതി ശനിയാഴ്ച. അപ്പോൾ 2-ാം തീയതി എന്തായിരിക്കും? ഞായറാഴ്ച ആയിരിക്കും. 1-ാം തീയതി ശനിയാഴ്ച, 2-ാം തീയതി ഞായറാണ്. അപ്പോൾ നമുക്ക് ഞായർ എഴുതാം. ആ മാസത്തെ ഞായറാഴ്ചകൾ, ആ മാസത്തെ ഞായറാഴ്ചകൾ. 2-ാം തീയതി ഞായർ. 7 കൂട്ടിയാൽ 2 7ഉം 9, 7ഉം 16, 7ഉം 23, 7ഉം 30. ഇനി കൂട്ടിയിട്ട് കാര്യമില്ല, ആ മാസം കഴിഞ്ഞു പോയി. അപ്പോൾ ഇതൊക്കെ ഞായറാഴ്ചകളാണ്. ആ മാസത്തെ ഞായറാഴ്ചകളാണ് എത്ര? 1 2 3 4 5. ആ മാസത്തിൽ എത്ര ഞായറുണ്ട്? ഉത്തരം 5. 17 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക കാണുക. 17 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക. 17 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സമ്മ്. 17 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സമ്മ്. 17 മുതൽ നമുക്ക് 17 വരെ ഒറ്റസംഖ്യകൾ എഴുതാം. 1 3 5 7 9 അങ്ങനെ 17 വരെ അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? 17 വരെ ഒറ്റസംഖ്യകൾ എഴുതി. 1 മുതൽ 17 വരെ ഒറ്റസംഖ്യകൾ എഴുതി. ഇതിന്റെ തുക കാണണം നമുക്ക്. അതായത് തുടക്കം മുതൽക്കുള്ള ഒറ്റസംഖ്യകളുടെ തുക. തുടക്കം മുതൽക്കുള്ള ഒറ്റസംഖ്യകളുടെ തുക. 1 മുതൽക്കുള്ള ഒറ്റസംഖ്യകളുടെ തുക. 1 മുതൽക്കുള്ള ഒറ്റസംഖ്യകളുടെ തുക സൂത്രവാക്യം n² ആണ് അല്ലേ? ആദ്യത്തെ എണ്ണസംഖ്യകളുടെ തുക n². എന്താ n? എണ്ണം. എത്ര എണ്ണം ഉണ്ടോ അതിന്റെ വർഗ്ഗം കണ്ടാൽ മതി അല്ലേ? എത്ര എണ്ണം ഉണ്ടോ അതിന്റെ വർഗ്ഗം കാണുക. അപ്പോൾ ഇവിടെ എന്താ? എത്ര എണ്ണം എന്ന് കാണണം. എത്ര എണ്ണം നമുക്കറിയില്ല. 1 മുതൽ 17 വരെ എന്ന് പറഞ്ഞിട്ടുള്ളൂ. എത്ര എണ്ണം എന്നറിയില്ല. എണ്ണം കാണാൻ എന്തിൻ്റെ? ഒറ്റസംഖ്യകൾ ആദ്യം മുതൽക്കേണ്ടതായിരിക്കുക. ആദ്യം മുതൽക്ക് 1 മുതൽക്ക് കുറച്ച് ഒറ്റസംഖ്യകൾ എഴുതിയിട്ട് അതിൽ എത്ര എണ്ണം ഉണ്ട് ചോദിച്ചാൽ 1 മുതൽക്ക് കുറച്ച് ഒറ്റസംഖ്യകൾ എഴുതിയിട്ട് കേട്ടോ, വേറെ പറ്റില്ല. 1 മുതൽക്ക് എണ്ണം. 1 മുതൽക്ക് കുറച്ച് ഒറ്റസംഖ്യകൾ എഴുതിയിട്ട് അതിൽ എത്ര ഉണ്ടെന്ന് നോക്കാൻ നമ്മൾ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് അറിയോ? അവസാനത്തെ എടുക്കുക, അതിൻ്റെ കൂടെ 1 കൂട്ടുക. അവസാനത്തെ എടുക്കുക, 1 കൂട്ടിയിട്ട് പകുതി എടുക്കുക. 17 1 18/2 9. അപ്പോൾ ഒറ്റസംഖ്യകളുടെ എണ്ണം കാണാൻ മനസ്സിലായല്ലോ. തുടക്കം മുതൽക്ക് ഉണ്ടെങ്കിൽ അവസാനത്തെ എടുക്കുക, അതിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിൽ എത്ര സംഖ്യയുണ്ട്? 9 എണ്ണം ഉണ്ട്. അപ്പോൾ n² എന്താ? 9² 9 × 9 ഉത്തരം 81. 8 13 18 etc. എന്ന സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ 25 പദങ്ങളുടെ തുകയും അതിനടുത്ത 25 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര? നമുക്കൊരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. 8 13 18 etc. ഇതിലത്തെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക, അതിനടുത്ത 25 പദങ്ങളുടെ തുക, അത് തമ്മിലുള്ള വ്യത്യാസമാണ് കാണേണ്ടത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു സമാന്തര ശ്രേണി എടുക്കുക. 5 10 15 20 25 30 ഒരു സമാന്തര ശ്രേണി വരയ്ക്കുക. നമുക്കിതിലത്തെ ആദ്യത്തെ ഒരു 3 പദങ്ങളുടെ തുക നോക്കുക. ആദ്യത്തെ 3 പദങ്ങളുടെ തുക 15 10 25 5 30 അല്ലേ? ആദ്യത്തെ 3 പദങ്ങളുടെ തുക എടുത്തു. 15 10 25 5 30. അതിനടുത്ത 3 പദങ്ങളുടെ തുക നോക്കുക. ഇത് 3 കൂടി കൂട്ടി നോക്കുക. 30 25 55 20 75 അല്ലേ? ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30, അതിനടുത്ത 3 പദങ്ങളുടെ തുക 75. ഈ കണക്ക് പറഞ്ഞ പോലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക, അതിനടുത്ത 20 പദങ്ങളുടെ തുക, അതുപോലെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക, അതിനടുത്ത 3 പദങ്ങളുടെ തുക. നമുക്ക് ഇത് തമ്മിൽ കുറച്ച് നോക്കൂ. 75 നിന്ന് 30 കുറച്ചാൽ 75 കുറയ്ക്കണം 30 എത്ര വരും? 45 അല്ലേ? ഇതുപോലെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ തുകകൾ നമ്മൾ വ്യത്യാസം കാണണം. അപ്പോൾ നമുക്കൊരു ഇനി ഒരു എളുപ്പ വഴി നോക്കാം. എന്താ എളുപ്പ വഴി? എത്ര പദങ്ങളാണ് നമ്മൾ ഇവിടെ എടുത്ത്? 3 അല്ലേ? ഇവിടെ ഈ 3 തുല്യമാണ്. അതുപോലെ 25 25 പറഞ്ഞ പോലെ തുല്യമാണ്. എത്ര എടുത്തു? പദങ്ങൾ 3. അതിൻ്റെ സ്ക്വയർ കാണുക ഇൻറ്റു ഇതിൻ്റെ പൊതുവ്യത്യാസം എത്ര? 5 ആണ് അല്ലേ? കോമൺ ഡിഫറൻസ് 5 5 10 10 5 15 5 കൂടി പോവാണ്. പൊതുവ്യത്യാസം എത്ര? 5. ഇത് ചെയ്താൽ 45 കിട്ടും അല്ലേ? അപ്പോൾ 3ന്റെ സ്ക്വയർ 9 × 5 45. അപ്പോൾ നമുക്ക് എളുപ്പ വഴി മനസ്സിലായി. എന്ത് ചെയ്താൽ മതി? എത്ര എണ്ണമാണോ പദങ്ങളുടെ എണ്ണം ഉണ്ടല്ലോ അതിൻ്റെ വർഗ്ഗം കണ്ടിട്ട് പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കുക. പദങ്ങളുടെ എണ്ണത്തിൻ്റെ സ്ക്വയർ കാണുക, അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കുക. അതുപോലെ ഇവിടെ പദങ്ങളുടെ എത്രയാണ്? 20. പദങ്ങളുടെ എണ്ണം 25, അതിൻ്റെ സ്ക്വയർ കാണുക, അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കുക. 25ന്റെ സ്ക്വയർ 625 × 5, 625 × 5 ഗുണിച്ചാൽ ഉത്തരം 3125.
നമുക്ക് ബോർഡ് മാസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കണക്ക് നോക്കാം. ബോർഡ് മാസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. 10 കൂട്ടണം 10 ഗുണിക്കണം 10 ഹരിക്കണം 10 കുറയ്ക്കണം 10 കൂട്ടണം 10 ഗുണിക്കണം 10 ഹരിക്കണം 10. ബോർഡ് മാസിൽ ആദ്യം ബി പറഞ്ഞ ബ്രാക്കറ്റാണ്, ഇതിൽ ബ്രാക്കറ്റ് ഇല്ല. ഒ എന്ന് പറഞ്ഞാൽ ഓഫാണ്, OF ഓഫ് അതിലില്ല. അടുത്ത ഡി ഡിവിഷൻ ഹരണം. ഹരണം ആദ്യം ചെയ്യുക. ഇതൊരു ഹരണമുണ്ട്, ഇവിടെ ഒരു ഹരണമുണ്ട്. അപ്പോൾ ഈ 10 എന്നെഴുതി പ്ലസ് എന്നെഴുതി 10 എന്നെഴുതി ഇതൊക്കെ അതുപോലെ എഴുതി ഇൻറ്റു ഈ ഹരണം ചെയ്യുമ്പോൾ 10 ഹരിക്കണം 10 1 മൈനസ് അതുപോലെ -10 പ്ലസ് 10 ഇൻറ്റു ഈ ഹരിക്കൽ ചെയ്യുക 10 ഹരിക്കണം 10 1. അപ്പോൾ നമുക്ക് ഏത് ചെയ്തു? ഡിവിഷൻ കഴിഞ്ഞു, ഹരണം കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഏതാ മൾട്ടിപ്ലിക്കേഷൻ? ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 10 പ്ലസ് 10 ഇൻറ്റു 1 10 മൈനസ് 10 പ്ലസ് 10 ഇൻറ്റു 1 10. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി അഡീഷൻ സബ്ട്രാക്ഷനും അത് ഏത് വേണമെങ്കിലും ആദ്യം ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്രമത്തിൽ ചെയ്തു പോകാം. 10ഉം 10ഉം കൂട്ടിയ 20ഉം 10ഉം കൂട്ടുക. കാരണം ഇതൊക്കെ പോസിറ്റീവാണ്. 10 10 10 എല്ലാം കൂട്ടലാണ്, പോസിറ്റീവാണ്. അപ്പോൾ 10ഉം 10ഉം 20ഉം 10ഉം കൂട്ടിയ 30 എന്ന് വന്നു. ഇനി അവശേഷിക്കുന്നത് എന്താ? -10 30 നിന്ന് 10 കുറച്ച ഉത്തരം 20. നമുക്ക് ബോർഡ് മാസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കണക്ക് നോക്കാം. ബോർഡ് മാസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കണക്കാണ് 10 പ്ലസ് 10 ഇൻറ്റു 10 ഹരിക്കണം 10 കുറയ്ക്കണം 10 പ്ലസ് 10 ഇൻറ്റു 10 ഹരിക്കണം 10. ബോർഡ് മാസിൽ ആദ്യം ഏത് സംഖ്യയെ 11 കൊണ്ട് ഗുണിച്ചാലാണ് മധ്യഭാഗത്ത് വരുന്ന അക്കം അഭാജ്യ സംഖ്യ ആകാത്തത്? ഓപ്ഷൻസ് ഉണ്ട്. ചോദ്യം എന്താണ്? നമുക്ക് ഈ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇതിൽ ഓരോന്നിനെയും 11 കൊണ്ട് ഗുണിച്ച് നോക്കുക. അതിന് മുമ്പ് നമുക്ക് അഭാജ്യ സംഖ്യ എന്താണെന്ന് നോക്കുക. എന്താ ഈ അഭാജ്യ സംഖ്യ? പ്രൈം നമ്പർ അല്ലേ? അഭാജ്യ സംഖ്യ പ്രൈം എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറാണ്. അതായത് 2 3 5 7 11 13 ഇങ്ങനെ വരുന്ന സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ പറയുക. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 1 × 2, ഇത് 1 × 3, ഇത് 1 × 5, ഇത് 1 × 7, ഇത് 1 × 11. അങ്ങനെ ഒന്നുകൊണ്ടും അതേ സംഖ്യ കൊണ്ടും മാത്രം ഗുണിച്ചെഴുതാൻ പറ്റുന്ന സംഖ്യകൾ. അതായത് ഒന്നും ആ സംഖ്യയും മാത്രം ഫാക്ടേഴ്സ്, ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങളുള്ള സംഖ്യകളാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ പറയുക. അപ്പോൾ ഇതാണ് അഭാജ്യ സംഖ്യകൾ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഗുണിച്ച് നോക്കുക. ഓരോ ഓപ്ഷൻസ് എടുക്കുക. 72 ഇൻറ്റു അതിനെ നമുക്ക് 11 കൊണ്ട് ഗുണിക്കുക. 11 കൊണ്ട് ഗുണിക്കാൻ എളുപ്പ വഴിയുണ്ട്. എന്താ അറിയോ? ഈ 2 ആദ്യം എഴുതുക, അറ്റത്തുള്ള 2, എന്നിട്ട് 2ഉം 7ഉം കൂട്ടുക 9. ഇനി 7 പടി ഇടുക, 792. അതുപോലെ അടുത്ത എത്ര? 43 ഇൻറ്റു 11. എന്താണ് ചെയ്യേണ്ടത്? 3 ആദ്യം അറ്റത്തിടുക, 3ഉം 4ഉം കൂട്ടി 7 എന്നിടുക, ഈ 4 അറ്റത്തിടുക. അടുത്തത് എത്രയാണ്? 16 ഇൻറ്റു 11 നമുക്ക് ഗുണപട്ടിക അറിയാം, 176. അല്ലെങ്കിൽ ഇതുപോലെ നോക്കൂ, 6 എന്നെഴുതി 6 1ഉം കൂട്ടി 7 എന്നെഴുതി ഈ 1 പടി ഇട്ടു. അതുപോലെ 32 ഇൻറ്റു 11 എന്താ വരിക? 2 ആദ്യം എഴുതുക, 2 3ഉം കൂട്ടിയിട്ട് 5 എന്ന് എഴുതുക, ഈ 3 ഈ അറ്റത്തിടുക. നമ്മളെല്ലാം ഗുണിച്ച് കണ്ടുപിടിച്ചു. ചോദ്യം എന്താ? ഗുണിച്ച് കിട്ടുമ്പോൾ മധ്യഭാഗത്ത് അഭാജ്യ സംഖ്യ ആകാത്തത് ഏതാ? ഇവിടെ മധ്യഭാഗത്താക്ക 9, ഇവിടെ 7, ഇത് 7, ഇത് 5. അഭാജ്യ സംഖ്യ ആകാത്തത് ഏതാ? ഇത് അഭാജ്യ സംഖ്യ അല്ല അല്ലേ? ഇതൊക്കെ 7 7 5 ഇതൊക്കെ 7ഉം 5ഉം അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ മധ്യഭാഗത്ത് അഭാജ്യ സംഖ്യ അല്ലാതെ വന്നത് ഇവിടെ 9 വരുന്നത് അല്ലേ? അപ്പോൾ ഏത് കൊണ്ട് ഗുണിക്കുമ്പോഴാണ്? 72 കൊണ്ട് ഗുണിക്കുമ്പോൾ ഉത്തരം 72. ഏത് സംഖ്യയെ 11 കൊണ്ട് ഗുണിച്ചാലാണ് മധ്യഭാഗത്ത് വരുന്ന അക്കം അഭാജ്യ സംഖ്യ ആകാത്തെന്ന് കൂടി എടുക്കുക. 308 = 2, 301 = 9, 305 = 5 ആയാൽ 303ന്റെ വില കാണുക. 308 = 2. നമുക്ക് 310 എന്ന സംഖ്യ എടുക്കുക. 310 എന്ന സംഖ്യ, അതിന്ന് 308 കുറച്ച് നോക്കൂ. 308 കുറച്ചാൽ എന്ത് കിട്ടും? 2 കിട്ടുന്നുണ്ട്. വീണ്ടും 310 അടുത്ത സംഖ്യ കുറച്ച് നോക്കൂ. 301 കുറച്ച് നോക്കൂ. 301 എന്ത് കിട്ടും? 9 കിട്ടും. അത് ശരിയാവുന്നുണ്ട്. വീണ്ടും 310. അപ്പോൾ ഈ 310 സ്ഥിരസംഖ്യയാണ്. 310 ഇവിടുത്തെ സംഖ്യ കുറയ്ക്കൂ. 305 കുറച്ച് എത്ര കിട്ടുക? 5 കിട്ടും. അത് ശരിയാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാം എന്താ ചെയ്യണത്? 310 എന്ന സ്ഥിരസംഖ്യയിൽ നിന്ന് ഇടതുവശം കുറയ്ക്കുക അല്ലേ? അപ്പോൾ അടുത്തതോ 310 ഇടതുവശം എത്ര? ഇവിടെ 303 കുറച്ച ഉത്തരം എത്രയാണ്? 7. 5 × 5 = 7, 4 × 4 = 7, 9 × 9 = 9 ആയാൽ 6 × 6 എത്ര? 5 × 5 നമുക്കറിയാം 25, പക്ഷെ ഇവിടെ 7 കിട്ടണം. അതുപോലെ 4 × 4 16 ആണ്, 7 കിട്ടണം. 9 × 9 89 ആണ്, 9 കിട്ടണം. അങ്ങനെയാണെങ്കിൽ 6 × 6. അപ്പോൾ ഇത് നമ്മൾ എന്താ ബന്ധം ചെയ്യണത്? അതായത് 5 × 5 എത്രയാണ്? 25. എന്നിട്ട് അക്കങ്ങൾ കൂട്ടൂ. 2ഉം 5ഉം കൂട്ടിയ 7 കിട്ടി. അതുപോലെ ഓരോന്നും ചെയ്യുക. 4 × 4 എത്രയാണ്? 4 × 4 16
അക്കങ്ങൾ കൂട്ടൂ, 1 6 കൂട്ടിയാൽ 7 കിട്ടുന്നുണ്ട്. അതുപോലെ 9 × 9 എന്തായി 81, അക്കങ്ങൾ കൂട്ടൂ, 8 1 കൂട്ടിയാൽ 9. അതുപോലെ 6 × 6 എത്രയാണ് 36, അക്കങ്ങൾ കൂട്ടി നോക്കൂ, 6 × 6 36, അക്കങ്ങൾ കൂട്ടി നോക്കൂ, 3 6 9 ഉത്തരം. ഒരു പുസ്തകം തുറന്നപ്പോൾ കണ്ട ഇടതുവശത്തെയും വലതുവശത്തെയും പേജ് നമ്പറുകളുടെ തുക 157. വലത്തെ പേജ് നമ്പർ എത്ര? നമുക്ക് ഒരു പുസ്തകം തുറന്നാൽ നമുക്കറിയും ഇടതുവശത്തെ പേജും വലതുവശത്തെ പേജും 1ൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഒരു പുസ്തകം തുറന്നാൽ ഇടതുവശത്തെ പേജിൻ്റെ അടുത്ത നമ്പർ ആയിരിക്കും. ഇവിടെ 7ാം പേജാണെങ്കിൽ ഇവിടെ 8ാം പേജ് ആയിരിക്കും, ഇവിടെ 10ാം പേജാണെങ്കിൽ 11ാം പേജ് ആയിരിക്കും. അപ്പോൾ ഈ പേജ് നമ്പറുകൾ തമ്മിൽ 1ൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇടതുവശത്തെ പേജ് എക്സ് എന്നെടുത്താൽ വലതുവശത്തെ പേജ് x+1 അല്ലേ, 1 വ്യത്യാസമാണ്. ഇടതുവശത്തെ പേജ് എക്സ് ആണെങ്കിൽ വലതുവശത്തെ പേജ് അടുത്ത സംഖ്യയാണ്. എക്സും x+1 ഇത് രണ്ടുമാണ് ഇടതുവശത്ത്. ഇത് ഇടതുവശത്തെ പേജ് നമ്പർ, ഇത് വലതുവശത്തെ പേജ് നമ്പർ. ഇതിലെഴുതി. ഇനി ഇതെന്താ, ഈ പേജ് നമ്പറുകളുടെ തുക പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടും? 157. ഒരു എക്സും കൂട്ടിയ 2x, ഒരു എക്സും കൂട്ടിയ 2x +1 നമ്മൾ അങ്ങോട്ട് എടുത്തു, +1 അങ്ങോട്ട് എടുത്തു. അപ്പോൾ എന്തായി 157 - 1. അപ്പോൾ 2x സമം ഇത് കുറച്ച് കഴിഞ്ഞാൽ 156. എക്സ് എങ്ങനെ കാണുക? 156 × 2 അങ്ങോട്ട് എടുക്കുമ്പോൾ /2, 156/2 ഹരിക്കുമ്പോൾ 78 എന്ന് കിട്ടും. എന്ത്? എക്സ് അല്ലേ. എക്സ് നമുക്ക് എന്ത് കിട്ടി? 78 എന്ന് കിട്ടി. എക്സ് എന്താ? ഇടതുവശത്തെ പേജ് 78 അപ്പോൾ വലതുവശത്തെ പേജ് 79 ആയിരിക്കും. ഇടതുവശത്ത് 78 ആണെങ്കിൽ വലതുവശത്ത് 79. ചോദ്യം എന്താ? വലത്തെ പേജ് നമ്പറാണ്. ഉത്തരം 79. √8 × √18 × √32 × √50. √8 × √18 × √32 × √50. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 8ഉം 18ഉം 32ഉം 50ഉം ഗുണിക്കുക. 8ഉം 18ഉം 32ഉം 50ഉം ഗുണിച്ച് വർഗ്ഗമൂലം കണ്ടാൽ മതി. പക്ഷേ അത് കുറേ സമയം ആവശ്യമായി വരും. കാരണം ഇതെല്ലാം കൂടി ഗുണിക്കണം, എന്നിട്ട് വർഗ്ഗമൂലം കാണണം. അപ്പോൾ ഇതിന് വേറൊരു എളുപ്പ വഴിയുണ്ട്. നമുക്ക് 8നെ എന്തെഴുതാം? 4 × 2 എഴുതാം അല്ലേ. √8നെ 4 × 2 അതുപോലെ 18നെ 9 × 2 എന്ന് എഴുതാം. √32നെ 16 × 2 എന്ന് എഴുതാം. √50നെ 25 × 2 എന്ന് എഴുതാം. നമുക്കിതിനെ √4 × 2 പറഞ്ഞാൽ 4ൻ്റെ റൂട്ട് കാണണം, 2ൻ്റെ റൂട്ട് കാണണം അല്ലേ. √4 × 2 4ൻ്റെ റൂട്ട് കാണണം, 2ൻ്റെ റൂട്ട് കാണണം. 4ൻ്റെ റൂട്ട് എത്രയേ? 2. ഇതിൻ്റെ റൂട്ട് നമുക്കറിയില്ല, അപ്പോൾ 2 √2 എഴുതുക. അതുപോലെ ഇതെന്ത് വരും? 3. പിന്നെ എന്ത് വരും? √2 ഇതെന്ത് വരും? 4 √2 ഇതോ 20ൻ്റെ റൂട്ട് 5 ആണ്, 5 √2. നമുക്ക് ഈ 2ഉം 3ഉം 4ഉം 5ഉം അതായത് റൂട്ടിന് പുറത്തുള്ള സംഖ്യകൾ കുടിക്കുക. 2 × 3 6, 6 × 4 24 × 5 120 × √2 സ്ക്വയർ വീണ്ടും √2 സ്ക്വയർ. അപ്പോൾ 120 നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഒരു സംഖ്യയ്ക്ക് സ്ക്വയറും റൂട്ടും വന്നു കഴിഞ്ഞാൽ റൂട്ടും സ്ക്വയറും വന്നാൽ ഈ സംഖ്യ മാത്രം എഴുതിയാൽ മതി. അതായത് √(x)² എന്താണ്? എക്സ് ആണ് അല്ലേ. ഒരു സംഖ്യയ്ക്ക് റൂട്ടും വന്നു സ്ക്വയറും വന്നു, ആ സംഖ്യ മാത്രം ഉത്തരമായിട്ട് എഴുതിയാൽ മതി. അതുപോലെ 2ന് റൂട്ടുണ്ട് സ്ക്വയറും ഉണ്ട്, അപ്പോൾ എന്ത് എഴുതിയാൽ മതി? 2 അതുപോലെ ഇത് എന്ത് വരും? 2. അപ്പോൾ 120 × 4 വരും. 2 × 2 4, 120 × 4 ഉത്തരം 480. 21/33 സമം √49/x ആയാൽ എക്സിൻ്റെ വില കാണുക. ഇതൊരു സമവാക്യമാണ്. ഇതിൽ എക്സ് കാണണം. എക്സ് നമ്മൾ എവിടെ കിടക്കണോ? എക്സ് റൂട്ട് ചിഹ്നത്തിനകത്ത് കിടക്കണം. എക്സ് റൂട്ട് ചിഹ്നത്തിനകത്താണ്. അപ്പോൾ ആദ്യം ഇവിടെ കുറച്ച് ചുരുക്കാൻ പറ്റും. നമുക്ക് 3 കൊണ്ട് പിടിച്ചെടുക്കാം അല്ലേ. 7 3 21 11 3 33 സമം ഇത് നമ്മൾ അതുപോലെ എഴുതുന്നു √49/x. ഈ എക്സിൻ്റെ വില കാണണമെങ്കിൽ എക്സിൻ്റെ പുറത്തുള്ള റൂട്ട് ചിഹ്നം പോകണം. ഈ എക്സിൻ്റെ വില കാണണമെങ്കിൽ അത് റൂട്ട് ചിഹ്നത്തിനകത്ത് കിടക്കുകയാണ്. റൂട്ട് ചിഹ്നം പോകണം. എങ്ങനെ റൂട്ട് ചിഹ്നം പോവുക? ഇതിന് സ്ക്വയർ എടുത്താൽ മതി. ഇതിന് സ്ക്വയർ എടുത്താൽ റൂട്ട് ചിഹ്നം പോകും അല്ലേ. അപ്പോൾ സമത്തിൻ്റെ വലതുവശത്ത് നമ്മൾ സ്ക്വയർ എടുക്കുമ്പോൾ ഇടതുവശത്തും സ്ക്വയർ എടുക്കണം. അതായത് സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ് ഇരുവശത്തും വർഗ്ഗം കാണുക. ഒരു സമവാക്യത്തിൻ്റെ ഒരു വശത്ത് എന്ത് ചെയ്തു അത് മറുവശത്ത് ചെയ്താൽ മതി. അപ്പോൾ ഇരുവശത്തും നമ്മൾ വർഗ്ഗം കാണുക. അപ്പോൾ എന്താ ചെയ്യുക? 7/11 ഹോൾ സ്ക്വയർ സമം √49/x ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് 7² അതായത് 49/11 121. 7² 49/11 121 സമം ഇത് നമുക്കറിയാം. റൂട്ടും സ്ക്വയറും കൂടി വന്നാൽ ഈ സംഖ്യ മാത്രം എഴുതിയാൽ മതി. അതായത് √(x) ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് ആണ്. ഒരു സംഖ്യയ്ക്ക് റൂട്ട് ഇട്ട് സ്ക്വയർ ഇട്ടാൽ ആ സംഖ്യ മാത്രം എഴുതിയാൽ മതി. അതുപോലെ റൂട്ടുണ്ട് സ്ക്വയറുണ്ട് ഇത് മാത്രം എഴുതിയാൽ മതി. എന്താ?
49 അല്ലേ 49/x. നമുക്ക് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലേ ഇങ്ങനെ ഈ അംശവും ഈ ഛേദം കൂടി ഗുണിക്കുക. 49 × x. 49x സമം എന്താണ്? 121 × 49. ഇത് x കാണാൻ ×49 അങ്ങോട്ട് പോവുക. x കാണാൻ ×49 അങ്ങോട്ട് എടുക്കുക. അപ്പോൾ x സമം ഇവിടെ എന്തുണ്ട്? 121 × 49/49. 49 കൂട്ടി പോയിട്ട് ഉത്തരം 121. x/21 × x/189 സമം 1 ആയാൽ എക്സിൻ്റെ വില കാണുക. നമുക്ക് ഇടതുവശത്തെ സമത്തിനിടതുവശത്ത് ഗുണിക്കുക. സമത്തിനിടതുവശത്ത് ഗുണിക്കുക. x × x x² ബൈ ഇത് ഗുണിക്കുക 21 × 189 സമം വലതുവശത്ത് 1. നമ്മൾ ഈ ബൈ ഉള്ള അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ആവും. ബൈ ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ ഇവിടെ എന്താണുള്ളത്? x² സമം 1 ഇൻറ്റു വരും. 1 കൊണ്ട് ഗുണിക്കുമ്പോൾ മാറ്റമില്ല അല്ലേ? 1 ഇൻറ്റു വരുന്നത് അപ്പോൾ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ മാറ്റില്ല. അപ്പോൾ 1 എഴുതണമെന്നില്ല. അത് എഴുതുക. എന്താ എഴുതുക? ഇത് 189 ആണ് അല്ലേ? എന്താണ്? 21 × 189 എന്ന് വരും. അപ്പോൾ x² സമം നമ്മളിതിനെ അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതുക. അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതുക. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ 21 നമുക്ക് 3 × 7 എന്ന് എഴുതാം. അതുപോലെ 189 നമുക്ക് 189 3 കൊണ്ട് ഹരിക്കുമ്പോൾ 6 3 18 3 9 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 3 6 1 3 3 കൊണ്ട് ഹരിച്ചാൽ 7 7 കൊണ്ട് ഹരിച്ചാൽ 1. അപ്പോൾ നമുക്ക് എന്താ 3 × 3 × 3 അല്ലേ? 3 × 3 × 3 × 7 എന്ന് എഴുതാം. അപ്പോൾ x² സമം നമുക്കിവിടെ ജോഡി ചേർത്ത് എഴുതാം. ഈ 3ഉം ഈ 3ഉം കൂടിയിട്ട് 3² ഇൻറ്റു ഈ 7ഉം 7ഉം കൂടിയിട്ട് 7² ഇൻറ്റു ഈ 2 3ഉം കൂടിയിട്ട് 3² എന്ന് എഴുതാം. അപ്പോൾ x² സമം ഇതെല്ലാത്തിനും സ്ക്വയർ ഉണ്ട് അല്ലേ? 3² × 7² × 3². അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 3 × 7 × 3 ഇടാം. 3 × 7 × 3 എന്നിട്ട് ഒന്നിച്ച് സ്ക്വയർ ഇടാം. അപ്പോൾ x² സമം ഇത് ഗുണിക്കുമ്പോൾ 7 21 3 63² എന്ന് വരും. ഇപ്പം നോക്കൂ, ഇതൊരു സമവാക്യമാണ്. ഈ സമവാക്യത്തിൻ്റെ ഇരുവശത്തും കൃതികൾ തുല്യമാണ്. സമവാക്യമാണ്. സമവാക്യത്തിൻ്റെ ഇരുവശത്തും കൃതികൾ തുല്യമാണ്. പവേഴ്സ് ഈക്വലാണ്. കൃതികൾ തുല്യമാണെങ്കിൽ പാദങ്ങളും ഈക്വൽ ആയിരിക്കും. പവേഴ്സ് ഈക്വൽ ആണെങ്കിൽ ബേസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ബേസ് x സമം ഇവിടുത്തെ ബേസ് 63. എക്സിൻ്റെ വില 63. ഒരു കുട്ടിക്ക് 3 പരീക്ഷകളിൽ കിട്ടിയ മാർക്ക് 8/10, 12/15, 16/20 ആണ്. ശരാശരി മാർക്ക് കാണുക. മാർക്ക് എത്ര ശതമാനമാണ്? നമുക്ക് 3 പരീക്ഷകളിൽ കിട്ടിയ മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പരീക്ഷയിൽ 10ൽ 8, അടുത്തത് 15ൽ 12, അടുത്തത് 20ൽ 16. ഇങ്ങനെയാണ് ശരാശരി മാർക്ക് കാണുക. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നമുക്ക് ശരാശരിയെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, ശതമാനത്തിനെക്കുറിച്ചും പറയാൻ പറ്റില്ല. കാരണം എന്താ? ഇത് ഓരോ പരീക്ഷയ്ക്ക് ഓരോ മാക്സിമം മാർക്ക് വ്യത്യസ്തമാണ്. ഇത് 10ലാണ്, ഇത് 15ലാണ്, ഇത് 20ലാണ്. അപ്പോൾ ഇതിൽ നോക്കി പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഛേദങ്ങളെല്ലാം ഛേദങ്ങളെല്ലാം തുല്യപ്പെടുത്തണം. അതായത് മാക്സിമം മാർക്ക് ഒരേ മാർക്കിലാക്കി ആക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഈ എന്ത് ചെയ്യണം? ഇതെല്ലാം തുല്യമാണെങ്കിൽ 10ൻ്റെയും 15ൻ്റെയും 20ൻ്റെയും LCM കാണാം. 10ൻ്റെയും 15ൻ്റെയും 20ൻ്റെയും ലസാഗു. 10 15 20 ലസാഗു കാണണം. ഇതിനെ നമുക്ക് എല്ലാത്തിനെയും 5 കൊണ്ട് ഹരിക്കാം. 2 10 5 15 4 20. ഇനി നമുക്കിതിനെ 3നെ ഹരിക്കാൻ പറ്റില്ല, പക്ഷേ 2നെയും 4നെയും 2 കൊണ്ട് ഹരിക്കാം. 1 2 3നെ ഹരിക്കാൻ പറ്റില്ല, 3 ഇറക്കി ഇട്ടു. 4 ഈ 2 4. ഇനി നമുക്ക് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഗുണിക്കുക. 5 × 2 10, 10 × 3 30, × 2 60 എന്ത്? LCM കിട്ടി 60. LCM കിട്ടി 60. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? എല്ലാത്തിൻ്റെയും മാക്സിമം മാർക്ക് 60ലേക്ക് ആക്കി മാറ്റുക. എല്ലാത്തിൻ്റെയും മാക്സിമം മാർക്ക് 60ലേക്ക് ആക്കി മാറ്റുക. അപ്പോൾ ആദ്യം 8/10 ഇതിനെ നമ്മൾ 60ലേക്ക് ആക്കണമെങ്കിൽ ഈ 10 എന്താവണം? 10 60 ആവണമെങ്കിൽ × 6 ചെയ്യണം. അപ്പോൾ നമ്മൾ അംശത്തിന് 6 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 8 × 6 48/10 × 6 60. ഇങ്ങനെ ഓരോന്നും ചെയ്യുക. അടുത്തത് 12/15 അല്ലേ? ഇത് 60 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. × 4 × 4 12 × 4 48, 15 × 4 60. അടുത്ത അതുപോലെ 16/20 എന്ത് ചെയ്യണം? 3 കൊണ്ട് ഗുണിക്കണം. × 3 × 3. അപ്പോൾ എന്ത് വരും? 16 × 3 48, 20 × 3 60. അപ്പോൾ എന്തായി? എല്ലാം 60ലാക്കി മാറ്റി. ഇനി നമുക്ക് ശരാശരി കാണാം. ശരാശരി നോക്കൂ. അതായത് എല്ലാ മാർക്കും 48ആണ്. അപ്പോൾ ശരാശരി 48ആണ്. മാർക്കുകളെല്ലാം തുല്യമാണ്. എല്ലാ മാർക്കുകളും 48ആണ്. അപ്പോൾ ശരാശരി അത് തന്നെ ആയിരിക്കും അല്ലേ? എല്ലാതും ഒരുപോലെ ഒരേ സംഖ്യയാണെങ്കിൽ ശരാശരി അത് തന്നെ ആയിരിക്കും. ഇതെല്ലാം കൂടി കൂട്ടി 3 കൊണ്ട് ഹരിച്ചാൽ അത് തന്നെ ആയിരിക്കും. അപ്പോൾ ശരാശരി മാർക്ക് നമുക്ക് കിട്ടി. എത്രയാണ് ശരാശരി മാർക്ക്? 48. അടുത്ത ചോദ്യം, എത്ര ശതമാനം മാർക്ക് ഉണ്ടെന്ന്. എത്ര ശതമാനം നമ്മളെങ്ങനെ കാണുക? എത്രയാണോ മാർക്ക് അത് എത്രയാണ് മാർക്ക്? 48. അത് എത്രയിലാണ്? 60. അപ്പോൾ ഈ മാർക്ക് ഇടുക.
അതായത് 60-ൽ 48 അത് ഇൻറ്റു ശതമാനമാക്കാൻ നമ്മൾ 100 കൊണ്ട് ഗുണിക്കുക. ഇത് എന്ത് ചെയ്യാം, നമുക്ക് ഒരു 0 വെട്ടിക്കളയാം. ബാക്കി 2 കൊണ്ട് 3 2 6 I 2 10. ഈ 3ഉം 48 16 3 48. 16 ഇൻറ്റു 5 കുട്ടിക്ക് എത്ര ശതമാനം മാർക്കാ? 80% മാർക്ക്. തുടർച്ചയായ 3 സംഖ്യകളുടെ തുക അതിലെ മധ്യസംഖ്യയുടെ വർഗത്തിന് തുല്യമാണ്. മധ്യസംഖ്യ കാണുക. തുടർച്ചയായ അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 സംഖ്യകൾ പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളാണ്. 3 തുടർച്ചയായ 3 സംഖ്യകൾ, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 എണ്ണൽ സംഖ്യകൾ, അതിൻ്റെ തുക എന്ന് പറയുന്നത് എന്താ? മധ്യസംഖ്യയുടെ വർഗത്തിന് തുല്യമാണ്. മധ്യസംഖ്യ കാണണം. നമുക്ക് എണ്ണൽ സംഖ്യകൾ, ഈ 3 എണ്ണൽ സംഖ്യകളില്ലേ, അത് x-1 എന്നും x എന്നും അടുത്തത് x+1 എന്നും എടുക്കുക. തുടർച്ചയായ 3 സംഖ്യകൾ x-1 x+1. കാരണം എണ്ണൽ സംഖ്യകളല്ലേ, എണ്ണൽ സംഖ്യകൾ എന്താ അർത്ഥം? ഒന്ന് കൂടി പോവുക. എണ്ണൽ സംഖ്യകൾ ഒന്ന് കൂടി പോകും അല്ലേ? 1 2 3 4 ഒന്ന് കൂടി പോവാണ്. അപ്പോൾ x-1 അടുത്തത് എന്താ? ഒന്ന് കൂട്ടി അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഈ -1 +1 0 പോയിട്ട് x വരും. പിന്നെ ഒന്ന് കൂട്ടുമ്പോൾ x+1. അപ്പോൾ നമ്മൾ ഈ കണക്ക് ചെയ്യാനുള്ള എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് സംഖ്യകൾ എന്തെടുക്കുകയാണ്? x-1 x+1 എടുക്കുകയാണ്. ഇനി എന്താ പറയണത്? ഇവയുടെ തുക കാണുക. ഇത് 3ഉം ഇതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി കൂട്ടുക. x-1 കൂട്ടണം x കൂട്ടണം x+1. ഇതിൻ്റെ തുക എന്തിന് തുല്യമാണ്? മധ്യസംഖ്യയുടെ വർഗത്തിന് തുല്യം. ഏതാ മധ്യസംഖ്യ? ഇതിൻ്റെ വർഗം എന്ന സ്ക്വയർ, ഇതിന് സ്ക്വയറിന് തുല്യമാണ്. അപ്പോൾ സമം എന്നിട്ട് x² എന്നെഴുതുക. നോക്കൂ, ഒരു എക്സും കൂട്ടി എന്താ? 3x. -1 +1 കൂടി കൂട്ടുമ്പോൾ 0 പോയി. 3x സമം x² അല്ലേ? ഈ 3x പറയുമ്പോൾ നമുക്ക് 3 ഇൻറ്റു x നേടാം. സമം x²ഓ x ഇൻറ്റു x എഴുതാം. ഇതൊരു സമവാക്യമാണ്. ഇരുവശത്തും ഒരുപോലുള്ള വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് ഒരു എക്സും വെട്ടിപ്പോയാൽ ഇവിടെ 3, ഇവിടെ x. ഇപ്പോൾ എക്സിൻ്റെ വില 3. ഉത്തരം x സമം 3 എന്നാണ്. നമുക്ക് ശരിയാണോ നോക്കുക. എന്താണ്? തുടർച്ചയായ 3 സംഖ്യകളുടെ സംഖ്യകൾ അതിലെ മധ്യസംഖ്യയുടെ വർഗത്തിന് തുല്യമാണ് മധ്യസംഖ്യ. അപ്പോൾ നമുക്ക് മധ്യസംഖ്യയാണ് കിട്ടിയായിരുന്നു കേട്ടോ. മധ്യസംഖ്യ കിട്ടി. തുടർച്ചയായ 3 സംഖ്യകളാകുമ്പോൾ തൊട്ട് മുമ്പ് എന്ത് വരും? 2 വരും. ശേഷം എന്ത് വരും? 4 വരും. അപ്പോൾ ഈ സംഖ്യകൾ ഇതാണ്. ഇനി നമ്മൾ ശരിയാണ് നോക്കുക. ഇതെല്ലാം കൂടി കൂട്ടൂ. 2ഉം 3ഉം 5 4 9. എന്ത് കണ്ടു? തുക കണ്ടു. മധ്യസംഖ്യയുടെ സ്ക്വയർ കാണൂ. 3ൻ്റെ സ്ക്വയർ എത്ര? 9. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ കാര്യം ശരിയായി. ആദ്യത്തെ 13 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി കാണുക. ആദ്യത്തെ 13 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി. നമുക്ക് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക സൂത്രവാക്യം അറിയും. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക സൂത്രവാക്യം എന്താ? n × n+1/2 ഹോൾ സ്ക്വയർ. ഇതെന്താണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണത്. നമുക്ക് തുകയല്ല കാണേണ്ട, ശരാശരിയാണത്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഹോൾ സ്ക്വയർ പറഞ്ഞാൽ ഈ സ്ക്വയർ ഈ കൃതി 2 എല്ലാത്തിനും ബാധകമാണ്. അപ്പോൾ n സ്ക്വയർ എടുക്കണം. n² ഇൻറ്റു ഇതിനും സ്ക്വയർ എടുക്കണം. n+1 ഹോൾ സ്ക്വയർ ബൈ 2 സ്ക്വയർ എടുക്കണം. 4. ഇതെന്താണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ്. നമുക്ക് എന്താ കാണേണ്ട? ശരാശരി. ശരാശരി എങ്ങനെ കാണുക? തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. ശരാശരി കാണാൻ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇതാണ് തുക. അപ്പോൾ ശരാശരി ആവറേജ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഒരു n കൊണ്ട് ഹരിക്കണം. അതായത് n² ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ ബൈ 4 n കൊണ്ട് ഹരിക്കണം പറഞ്ഞില്ലേ? ഇൻറ്റു n. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു n, ഇവിടെ n² പറഞ്ഞാൽ n ഇൻറ്റു n ആണ്. ഒരു n വെട്ടിപ്പോവും. ബാക്കി എന്താണ്? n ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ ബൈ 4. ഇനി നമുക്ക് വില കൊടുത്താൽ മതി. n എത്രയാണ്? 13. 13 ഇൻറ്റു 13 ഒന്ന് കൂട്ടിയ 14 അതിന് സ്ക്വയർ ഇൻറ്റു 14 ബൈ 4. നമുക്കിതിൽ ഈ 4ഉം 14ഉം 7 2 14 2 4 ഈ 2ഉം 14 7 2 14 7 ഇൻറ്റു 7 49 ഇൻറ്റു 13 ഗുണിക്കുമ്പോൾ 13 9 117 ശിഷ്ടം 11 13 4 52 10 62 63. ഉത്തരം 637. ഒരു പാത്രത്തിൻ്റെ 3/4 ഭാഗം വെള്ളമെടുത്തപ്പോൾ 1.5 ലിറ്ററായി. പാത്രത്തിൽ നിറയെ വെള്ളമെടുത്താൽ എത്ര ലിറ്റർ ആകും? അപ്പോൾ 3/4 ഭാഗം എടുത്തപ്പോൾ 1.5 ലിറ്ററായി. 3/4 ഭാഗം എടുത്തപ്പോൾ എത്രയായി? 1.5 അല്ലെങ്കിൽ 1.5 ലിറ്റർ. നമുക്ക് ഈ 3/4 പറഞ്ഞാൽ അതിനെ 3 ഇൻറ്റു 1/4 എന്ന് എഴുതാം അല്ലേ? 3/4 3 ഇൻറ്റു 1/4 ഭാഗം. അതായത് കാൽ ഭാഗങ്ങൾ 3 കാൽ ഭാഗം ചേർന്നാൽ 3 കാൽ ഭാഗം ചേർന്നാൽ എത്രയാണ്? 1.5 ലിറ്ററാണ്. അപ്പോൾ കാൽ ഭാഗം എത്രയായിരിക്കും? ഇത് 3 കാൽ ഭാഗങ്ങൾ ചേർന്നാണ്. അപ്പോൾ കാൽ ഭാഗം പറയണത് 1.5നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. ആയതുകൊണ്ട് കാൽ ഭാഗം എന്ന് പറയണത് എന്താണ്? 1.5/3
ഹരിക്കുമ്പോൾ 1ൽ 3 പൂല്യ 0, പിന്നെ പോയിൻ്റായി 15ൽ എത്രയാണ് I3 15 ലിറ്റർ അല്ലേ. അപ്പോൾ കാൽഭാഗം എത്ര? അര ലിറ്റർ ആണ്. കാൽഭാഗം 0.5 പറഞ്ഞാൽ അരയാണ്. അപ്പോൾ കാൽഭാഗം അര ലിറ്റർ ആണെങ്കിൽ മുഴുവൻ എത്രയായിരിക്കും? ഇതിന് 4, ഇത് കാൽഭാഗമേ ഉള്ളൂ അര ലിറ്റർ. അപ്പോൾ മുഴുവൻ എത്രയായിരിക്കും? ഇതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. ആയതുകൊണ്ട് മുഴുവൻ, അതായത് മുഴുവൻ വെള്ളം എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ഇതിനെ 4 കൊണ്ട് ഗുണിക്കുക. 0.5 × 4. അരയെ 4 കൊണ്ട് ഗുണിച്ചാൽ 2 വരും. അരയെ 4 കൊണ്ട് ഗുണിച്ചാൽ 2. അല്ലെങ്കിൽ നമുക്ക് ഗുണിച്ച് നോക്കിയാൽ മതി. 4 5 20 എന്നിടുക. എന്നിട്ട് ഒരു ദശാംശ സ്ഥാനം നീക്കുമ്പോൾ എന്ത് കിട്ടും? ഉത്തരം 2 ലിറ്റർ. കൺഫ്യൂസിങ് പ്രോബ്ലംസ് പാർട്ട് 6. ചില ചോദ്യങ്ങൾ നമ്മൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കും. അങ്ങനത്തെ ഒരു ജോഡി ചോദ്യങ്ങളാണ് ഇവിടെ. 5000 രൂപയ്ക്ക് 6% നിരക്കിൽ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണുക. 40000 രൂപയ്ക്ക് 5% നിരക്കിൽ 3 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കാണുക. രണ്ടിലും കാണേണ്ടത് ഒന്ന് തന്നെയാണ്. എന്താ? സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് കാണേണ്ടത്. എന്താ വ്യത്യാസം? ഇത് 2 വർഷമാണ്, ഇത് 3 വർഷമാണ്. അപ്പോൾ 2 വർഷമാകുമ്പോൾ ഒരു സൂത്രവാക്യം, 3 വർഷമാകുമ്പോൾ മറ്റൊരു സൂത്രവാക്യം. അപ്പോൾ ഇതാദ്യം നമുക്ക് ചെയ്യാം. ഇവിടെ സൂത്രവാക്യം PR²/10,000. പി പ്രിൻസിപ്പൽ, നിക്ഷേപിക്കുന്ന തുക എത്രയാണ്? 5000 × ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്ക് എത്രയാണ്? 6%. അപ്പോൾ R² എന്ന് പറയുമ്പോൾ 6 × 6/10,000. നമുക്ക് ഇതിലത്തെ ഈ 3 0 വെട്ടിപ്പോയി. 2 കൊണ്ട് 3 2 6 I 2 10. ഈ 5 വെട്ടിക്കളഞ്ഞ ബാക്കി ഛേദം ഒന്നുമില്ല. അംശം 6 × 3 18 രൂപ. നമുക്ക് ഇതിൽ ഉത്തരം കിട്ടി. അടുത്ത സൂത്രവാക്യം ഇതുമായിട്ട് ബന്ധമുണ്ട്. ഈ സൂത്രവാക്യം ഇതിൽ വരുന്നുണ്ട്. അതായത് PR²/10,000 അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്താൽ മതി. × 3 + R/100. അപ്പോൾ ഈ സൂത്രവാക്യം PR²/10,000 അതിൻ്റെ കൂടെ ഇൻറ്റു ഇട്ടിട്ട് ഇതും കൂടി ചേർക്കണമെന്ന് മാത്രം. വില കൊടുക്കുക. പി എത്രയാണ് ഇവിടെ? നിക്ഷേപത്തുക 40,000. 2 3 4 0 ഇൻറ്റു പലിശ നിരക്കിൻ്റെ സ്ക്വയർ എത്രയാണ്? 5 × 5/10,000 ഇൻറ്റു 3 + R/100. 3 R എത്രയാണ്? R 5. അപ്പോൾ 3 + 5/100 എന്ന് വരും. 3 + 5/100 എത്ര വരും? 305/100 അല്ലേ? ഇതെങ്ങനെ കൂട്ടുക? 3 × 100 305 305/100. 3 × 100 305 കൂട്ടിയാൽ 305/100 എത്രയാണ്? 305/100. നമുക്കിതിൽ ഇവിടെ 4 0 ഉണ്ട്. ഈ 10,000 വെട്ടിപ്പോയി. ബാക്കി 4 × 5 × 5 305/100. നമുക്ക് 5 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ 6 5 30 1 5 5/20 എന്ന് വരും. ഈ 4 20 പിടിച്ചെടുക്കുമ്പോൾ 5 വരും. ഈ 5 വെട്ടിപ്പോയി. 5 × 61 1 5 5 5 6 30 അല്ലേ? എത്ര വരും? അപ്പോൾ 305 രൂപയാണ് ഉത്തരം. കടന്നോ? 4 സെന്റിമീറ്റർ ആരമുള്ള ഗോളം ഉരുക്കി 1 സെന്റിമീറ്റർ ആരമുള്ള ചെറുഗോളങ്ങൾ ആക്കിയാൽ എത്ര ഗോളങ്ങൾ കിട്ടും? നമുക്ക് 4 സെന്റിമീറ്റർ ആരമുള്ള ഒരു വലിയ ഗോളാണ് നമ്മുടെ കയ്യിലുള്ളത്. 4 സെന്റിമീറ്റർ ആരമുള്ള ഒരു വലിയ ഗോളം, 4 സെന്റിമീറ്റർ ആരമുള്ള ഒരു വലിയ ഗോളമാണ് ഇത് എന്ന് സങ്കല്പിക്കുക. ഇതിനെന്താ ചെയ്യണത്? ഇത് ഉരുക്കിയിട്ട് ഇത് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണു? ചെറിയ ചെറിയ ഗോളങ്ങളാക്കുകയാണ്. നമ്മൾ എന്താ കാണേണ്ടത്? ഇങ്ങനെ എത്ര ഗോളങ്ങൾ കിട്ടും? അപ്പോൾ ഒരു വലിയ ഗോളം ഉരുക്കി ചെറുഗോളങ്ങളാക്കുമ്പോൾ ഇത് എത്ര എണ്ണം കിട്ടും, എത്ര നമ്പേഴ്സ് ഉണ്ടാകും എന്ന് കാണാൻ എന്താണോ ഉരുക്കുന്നത് അതിൻ്റെ വ്യാപ്തത്തിനെ, എന്താണോ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള ഒരെണ്ണത്തിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിക്കുക. എന്താണോ ഉരുക്കുന്നത് അതിൻ്റെ വ്യാപ്തത്തിനെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതിൽ ഒന്നിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വലിയ ഗോളത്തിൻ്റെ വ്യാപ്തത്തിനെ, വലിയ ഗോളത്തിൻ്റെ വോളിയമിനെ ഒരു ചെറിയ ഗോളത്തിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിക്കുക. വലിയ ഗോളത്തിൻ്റെ വ്യാപ്തത്തിനെ ഒരു ചെറിയ ഗോളത്തിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിക്കുക. ഗോളത്തിൻ്റെ വ്യാപ്തം എന്താ സൂത്രവാക്യം? ഗോളത്തിൻ്റെ വ്യാപ്തം 4/3 πr³. R പറഞ്ഞാൽ ആരം. ഇത് വലിയ ഗോളത്തിൻ്റെ കൊണ്ട് നമ്മൾ വലിയ അക്ഷരം ഇടുന്നു മാത്രം. പിന്നെ ചെറിയ ഗോളത്തിൻ്റെ ആകുമ്പോഴും സൂത്രവാക്യം തന്നെയാണ്. നമ്മൾ എന്ത് എഴുതണം? 4/3 π ചെറിയ r³. അപ്പോൾ ഈ വലിയ ആറും ചെറിയ ആറും വലിയ ഗോളത്തിൻ്റെയും ചെറിയ ഗോളത്തിൻ്റെ ആണ് തിരിച്ചറിയാൻ നമ്മൾ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഇടുകയാണ്. നമ്മളിത് ചെയ്യുമ്പോഴേ 4/3 വെട്ടിപ്പോവും. പൈയും വെട്ടിപ്പോവും. ബാക്കി വലിയ r³ എന്ന് പറഞ്ഞാൽ വലിയ ഗോളത്തിൻ്റെ ആരം എത്രയാണ്? 4. അതിൻ്റെ ക്യൂബ് 4³ ചെറിയ ഗോളത്തിൻ്റെ ആരം അത് എത്ര? 1 സെൻറ്റിമീറ്റർ ആണ്. 1ൻ്റെ ക്യൂബ്
1 ക്യൂബ് അല്ലേ? ഇപ്പോൾ 4 ക്യൂബ് എത്ര? 4 ഇൻറ്റു 4 ഇൻറ്റു 4 64 ബൈ 1ൻ്റെ ക്യൂബ് 1, 1ൻ്റെ ക്യൂബ് 1ൻ്റെ കൃതി എന്ത് വന്നാലും 1 ആണ്. 64 ബൈ 1, ഉത്തരം 64. അതായത് ഈ വലിയ ഗോളം ഉരുക്കി ചെറിയ ഗോളങ്ങളാക്കിയാൽ എത്ര ഗോളങ്ങൾ ലഭിക്കും? 64 ഗോളങ്ങൾ ലഭിക്കും.